ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. നമ്മൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ പോകുന്ന ഒരു കുട്ടിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഏറ്റവും ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അനാറ്റമി. സോ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നതിന് മുന്നേ അനാറ്റമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിലാണ്, അതിൻ്റെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ കൂടെ വെച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഓരോ സബ്ജക്റ്റ് വൈസ് വീഡിയോസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് വൈസ് വീഡിയോസിന്റെ ഫസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ അനാറ്റമി. Hello guys, welcome back to my channel. I'm Jayalakshmi and you're here in the rhythm of Jay. Please do like, share and subscribe. ആദ്യം തന്നെ വാട്ട് ഈസ് അനാറ്റമി? അനാറ്റമി എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഇൻസൈഡ് അതിന്റെ പാർട്ടുകൾ ഒക്കെ തന്നെ നമ്മൾ അനാറ്റമി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കും. അപ്പം നമ്മുടെ ബേസ് സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് ഇയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അനാറ്റമി. നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ അനാറ്റമി മറക്കാനേ പാടില്ല. കാരണം നഴ്സസ് ആണ്, നമ്മൾ പാർട്സ് അറിയണം. മെഡിക്കൽ ഫീൽഡിലാണ്, നമ്മുടെ ഹ്യൂമൻ ബോഡി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അറിയണം. അതുകൊണ്ട് തന്നെ അനാറ്റമി ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ അനാറ്റമിക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിച്ച ടെക്സ്റ്റ് ബുക്ക്, ഞാൻ നഴ്സിംഗിൽ പഠിച്ചപ്പോൾ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് PR ആശലതയുടെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. എല്ലാ കണ്ടന്റും നല്ലപോലെ തന്നെ എഴുതിയിട്ടുള്ള, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് PR ആശലതയുടെ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അനാറ്റമി പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇനി അനാറ്റമി എന്ന് പറയുന്ന സബ്ജക്റ്റ് എങ്ങനെ പഠിക്കാം, അതിൻ്റെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യിൽ നോട്ട് വേണം. ഈവൻ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ, കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കംപ്ലീറ്റ് വായിച്ച് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ ചെറുതായിട്ട് ചിറ്റ് നോട്ട്സ് ഉണ്ടാക്കുക. ഒരുപാട് ടെർമിനോളജീസ്, പാർട്സ്, പേരുകളൊക്കെ പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ ആവുമ്പോൾ മറന്നു പോകും. അതുകൊണ്ട് തന്നെ എപ്പോഴും ചിറ്റ് നോട്ട്സ് അല്ലെങ്കിൽ കുഞ്ഞു നോട്ട് നമ്മൾ തീർച്ചയായിട്ടും അനാറ്റമിക്ക് വയ്ക്കുക. എത്ര നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റ് നിന്ന് പഠിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ എഴുതിയ ചിറ്റ് നോട്ട്സ് വയ്ക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടിപ്പ് ഇൻ സ്റ്റഡിയിങ് അനാറ്റമി. രണ്ടാമത്തെ കാര്യം, അനാറ്റമി എപ്പോഴും ഒരു വിഷ്വൽ ലേണിംഗ് അല്ലെങ്കിൽ ഇമേജ് വെച്ചിട്ടുള്ള ഒരു ലേണിംഗ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അനാറ്റമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ പാർട്ടിൻ്റെ മുമ്പിൽ എന്താണ്, പുറകിൽ എന്താണ്, സൈഡിൽ എന്താണ്, അതിൻ്റെ ബ്ലഡ് എവിടെ കൂടെ വരുന്നു, എവിടെ കൂടെ പോകുന്നു, അതിനുള്ളിൽ എന്തൊക്കെ പാർട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു കുഞ്ഞു ഓർഗനെ പറ്റിയിട്ട് തന്നെ നമ്മൾ പഠിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിഷ്വൽ ലേണിംഗ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഒരുപാട് ഇമേജസ് കിട്ടും, ഒരുപാട് ഇമേജസ് ഗൂഗിളിൽ കിട്ടും. അതേപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണും, ആനിമേറ്റഡ് ആയിട്ടും അല്ലാണ്ടും ഒക്കെ. അങ്ങനെ നിങ്ങളൊരു വിഷ്വൽ ലേണിംഗ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അനാറ്റമി നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അത് നിങ്ങളുടെ മനസ്സിലങ്ങ് തറവായി കിടക്കും. സോ വിഷ്വൽ ലേണിംഗ് എപ്പോഴും അനാറ്റമിയുടെ കാര്യത്തിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും അത് നല്ല ഗുണം ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് തേർഡ് ടിപ്പാണ് പിക്ചേഴ്സ്. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ്, പിക്ചേഴ്സ് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ, എനിക്ക് പിക്ചർ വരയ്ക്കാനായിട്ട് അറിയില്ല, എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കും, അത് പ്രശ്നമുണ്ടോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ പിക്ചർ വരയ്ക്കുക എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് ഡ്രോ ദ പിക്ചർ അല്ലെങ്കിൽ ഡ്രോ എ ലേബിൾഡ് ഡയഗ്രാം ഓഫ് ഹാർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് പാർട്സ് എന്ന് പറഞ്ഞ് ചോദിക്കുക. അല്ലെങ്കിൽ ഡ്രോ എ ലേബിൾഡ് ഡയഗ്രാം ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് എക്സ്പ്ലെയിൻ അബൌട്ട് ദ സ്റ്റൊമക്ക്. ഇങ്ങനെയൊക്കെ ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേറെ രക്ഷയില്ല, നമ്മൾ പിക്ചർ വരച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ നോക്കുക. അങ്ങനെയുള്ള പിക്ചേഴ്സ് എല്ലാം വരയ്ക്കുക. നമുക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും ഒക്കെ വരയ്ക്കാൻ പറ്റുന്ന പിക്ചർ മാത്രമേ അവർ പിക്ചേഴ്സ് വരയ്ക്കാനായിട്ട് ചോദിക്കത്തുള്ളൂ. ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഇതൊക്കെ ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് നമ്മൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പിക്ചേഴ്സ് ഒക്കെ തന്നെ കോമൺ ആയിട്ട് വരയ്ക്കാൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആ സിസ്റ്റം പഠിക്കുമ്പോൾ, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഈ സിസ്റ്റംസ് വൈസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിക്ചർ വരച്ച് പഠിക്കുക.
ഓക്കെ, അത് ചിലപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് വരയ്ക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കണം എന്നൊന്നുമില്ല. നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ആ എക്സാമിനർ കാണുമ്പോൾ ആ കുട്ടിക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവും. എക്സാമിനർ കാണുമ്പോൾ ഇത് ഹാർട്ടാണ്, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്, ഇത് റൈറ്റ് വെൻട്രിക്കിളാണ് എന്നൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഇരിക്കണം. അത് മതി. സോ അങ്ങനെ ഒരു രീതിയിൽ ചെറുതായിട്ടെങ്കിലും നിങ്ങളൊന്ന് വരയ്ക്കാനായിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് വരയ്ക്കാനായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും കാരണവശാൽ അങ്ങനെയുള്ള ഡയഗ്രാം വരയ്ക്കുക എന്ന് നിർബന്ധമായിട്ട് ചോദിച്ചില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ രക്ഷപ്പെട്ടു. എത്ര തന്നെ പറഞ്ഞാലും അനാറ്റമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഡയഗ്രാംസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രാം നമ്മൾ എത്രത്തോളം വരയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ എക്സാം പേപ്പറിന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഒരുപാട് കുട്ടികളുണ്ട് പിക്ചർ ഒട്ടും തന്നെ വരയ്ക്കാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളുമുണ്ട്. അതുകൊണ്ട് തന്നെ പിക്ചർ എന്ന് പറയുന്നത് ഡ്രോ ഡയഗ്രാം എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കമ്പൽസറി അല്ല. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പൽസറി അല്ല. എന്നിരുന്നാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഡ്രോ ഡയഗ്രാം വരുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് വരയ്ക്കാനായിട്ട് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഭയങ്കര ഭംഗിയൊന്നും നോക്കണ്ട, വരയ്ക്കാനായിട്ട് പഠിച്ചു വയ്ക്കുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് പുഷ് യുവർ സെൽഫ്. അതിനും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടന്റ് പഠിക്കുക. ഓക്കെ, അടുത്ത 4th ടിപ്പ് എന്താന്ന് വെച്ചാൽ, എപ്പോഴും നമ്മളൊരു അനാറ്റമിക്ക് ഒരു ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. സപ്പോസ് കുറച്ച് ഓർഗൻസ് ഞാൻ പറഞ്ഞുതരാം. ഹാർട്ട്, ലങ്സ്, കിഡ്നി, യൂറിനറി ബ്ലാഡർ, ഇതൊക്കെ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഓർഗൻസ് ആണ് കേട്ടോ. എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഓർഗൻസ് ആണ് ഹാർട്ടും കിഡ്നിയും ലങ്സ്, ലിവർ, യൂറിനറി ബ്ലാഡർ. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻറ്റ് ഓർഗൻസ് ഒക്കെ ഒരു ഓർഡർ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ മറന്നു പോവില്ല. ഓർഡർ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പിക്ചർ. ഓക്കെ, പിക്ചർ വരയ്ക്കാൻ അറിയാമെങ്കിൽ പിക്ചർ, ഇല്ലാന്നുണ്ടെങ്കിൽ പോട്ടെ. അപ്പോൾ ആദ്യം തന്നെ പിക്ചർ, അത് ലേബൽ ചെയ്യുക. ഏത് പിക്ചർ വരച്ചാലും നിങ്ങൾ ലേബൽ ചെയ്തിരിക്കണം. ആൻഡ് ഓൾവേസ് ഡ്രോ പിക്ചേഴ്സ് വിത്ത് പെൻസിൽ. പെൻസിൽ വെച്ച് മാത്രമേ നിങ്ങൾ പിക്ചേഴ്സ് വരയ്ക്കാവൂ. പേന വെച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ വരച്ചോളൂ, പക്ഷേ ആൻസർ ഷീറ്റിലൊക്കെ നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും പേന വെച്ച് നിങ്ങൾ പിക്ചേഴ്സ് വരയ്ക്കരുത്. ഓൺലി യൂസ് പെൻസിൽ. ഓക്കെ, അപ്പോൾ പിക്ചർ, അതിനുശേഷം ലൊക്കേഷൻ. ഓക്കെ, സബ് ഹെഡിങ് എഴുതുക. സബ് ഹെഡിങ് എഴുതുക എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ ഷീറ്റ് കാണാനൊരു ഭംഗിയൊക്കെ തരും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും സബ് ഹെഡിങ് ആയിട്ട് എഴുതുക. ആദ്യം തന്നെ ലൊക്കേഷൻ എഴുതുക. ഹാർട്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഹാർട്ട് ഇത്രയാണ് സൈസ്, അതിൻ്റെ ലെങ്ത് ഇങ്ങനെയാണ്, ബ്രെഡ്ത്ത് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ലൊക്കേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ലാൻഡ്മാർക്ക് പോലെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ഫസ്റ്റ് ഹെഡിങ്. സെക്കൻഡ് ആയിട്ട് പാർട്സ്, അത് കഴിഞ്ഞിട്ട് ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹാർട്ട് ഇതായി, എന്നിട്ട് ഓരോ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ റൈറ്റ് ഏട്രിയത്തിനെ പറ്റിയിട്ട് ആദ്യം എഴുതുന്നു, അടുത്ത ലെഫ്റ്റ് ഏട്രിയത്തെ പറ്റി എഴുതുന്നു, അടുത്തത് അങ്ങനെ എഴുതുക. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് കാണാൻ തന്നെ ഒരു നല്ലൊരു സിസ്റ്റമാറ്റിക് ഒരു രീതിയിലായിരിക്കും. ഇങ്ങനെ തന്നെ പഠിക്കുകയും ചെയ്യുക. ഓക്കെ, ഇങ്ങനെ തന്നെ പഠിക്കാം. ഇനി അടുത്തതായിട്ട് ഇപ്പോൾ ഈ പാർട്സിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ലൊക്കേഷൻ. ആ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ, ആ ലൊക്കേഷനുള്ളിൽ തന്നെ ആൻറ്റീരിയർലി, പോസ്റ്റീരിയർലി, ലാറ്ററലി അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. എന്നുവെച്ചാൽ ഫ്രണ്ടിൽ എന്താണ്, ബാക്കിൽ എന്താണ്, സൈഡിൽ എന്താണ് ഒക്കെ ഇരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കാണും. അതിപ്പോൾ ഏത് അനാറ്റമിയുടെ പാർട്സിനെ പറ്റിയിട്ട് നിങ്ങളോട് ചോദിച്ചാലും ആദ്യം നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എഴുതും. അതിൻ്റെ മുന്നിൽ എന്താണ്, പുറകിൽ എന്താണ്, സൈഡിൽ എന്താണ് എന്നൊക്കെ. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് ചോദിച്ചാലും അതേപോലെ എഴുതാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് മറന്നു പോയില്ല. നമ്മൾ എന്തെഴുതണം എന്ന് വിചാരിച്ച് നമ്മൾ അന്തം വിട്ടിരിക്കത്തില്ല എക്സാമിന്. ഇങ്ങനെയുള്ള സബ് ഹെഡിങ്ങിൻ്റെ അണ്ടറിലൊക്കെ എഴുതാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, എപ്പോഴും നമുക്ക് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഒരു നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈഡ് അനാട്ടമി എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ് ലാസ്റ്റ് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. നമ്മൾ നേഴ്സസ് ആണ്, അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആയിട്ട് നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് ആ ഒരു സിസ്റ്റത്തെ പറ്റി എന്തെങ്കിലും നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, സപ്പോസ് ഹാർട്ടിനെ പറ്റിയിട്ട് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നമുക്ക് നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസിൽ എഴുതാം. നമുക്ക് CPR പറ്റിയിട്ട് എഴുതാം.
ഓക്കെ, CPR നമ്മൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേര് CPR എന്നാണ്. ഈ CPRൽ നമ്മൾക്ക് 30 കംപ്രഷൻസ് കൊടുക്കുക, അതേപോലെ തന്നെ ഇത്ര ബ്രെഡ് കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒരു 2-3 പോയിന്റ് ചോദിച്ചിട്ടില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2-3 പോയിന്റ് അബൌട്ട് നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ എന്ന് എഴുതിയാൽ അത് നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അതിപ്പോൾ ഈ ഒരു PR ആശലതയുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും മിക്ക അനാറ്റമി ടെക്സ്റ്റ് ബുക്സും എടുത്തു നോക്കിയാൽ നമുക്ക് അതിനുള്ളിൽ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ അപ്ലൈഡ് അനാറ്റമി എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ എന്ത് ചോദിച്ചാലും ഏറ്റവും താഴെയായിട്ട് അപ്ലൈഡ് അനാറ്റമി അല്ലെങ്കിൽ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു 2 സെൻറ്റൻസ് അഡീഷണൽ ആയിട്ട് എഴുതുന്നത് മേ ബി നമുക്ക് അവിടെ ഒരു 1 മാർക്കോ 2 മാർക്കോ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ എന്ത് സിസ്റ്റം പഠിക്കുമ്പോഴും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അനാറ്റമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതലുള്ളതും നമ്മളെ കുഴപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം ടെർമിനോളജീസ് ആണ്. അതായത് പേരുകൾ. നമ്മൾ എന്ത് കുഞ്ഞു കാര്യം പഠിച്ചാലും അതിൽ ഒരുപാട് പേരുകൾ കാണും. ബോണ്, ഏകദേശം ഒരുപാട് ബോണുകളുടെ പേര് നമ്മൾ പഠിക്കാനുണ്ട്. ഈ ബോൺസിൻ്റെ ഓരോ ബോണായിട്ട് പഠിക്കുമ്പോൾ ആ ഓരോ ബോണിൻ്റെയും പല പാർട്ടുകൾക്ക് പല പേരാണ്. നമ്മൾ ഏറ്റവും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കുന്ന ബോൺ എന്ന് പറയുന്നത് ക്ലാവിക്കിളാണ്. ഇവിടെ ഇരിക്കുന്ന കോളർ ബോൺ ഉണ്ടല്ലോ, അതാണ് ക്ലാവിക്കിൾ. ഈ ക്ലാവിക്കിളിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ക്ലാവിക്കിള് മുകളിൽ താഴെ അങ്ങനെ പഠിക്കും. ക്ലാവിക്കിളിൻ്റെ ആ ഒരു ഷാഫ്റ്റ് ഏരിയ നമുക്ക് ഇങ്ങനെ പറയും, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അതിൻ്റെ ആൻറ്റീരിയർ പോർഷൻ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, പോസ്റ്റീരിയർ പോർഷൻ അതുമായിട്ട് കണക്റ്റഡ് ആണ്, അങ്ങനെയൊക്കെ പഠിക്കും. അപ്പം നമ്മുടെ പേരുകൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക. ഒരു ബോണിനെ പറ്റി പഠിക്കുമ്പോൾ ക്ലാവിക്കിൾ, ഓക്കെ, ആ ബോണിനെ പറ്റി നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെയാണ് മറക്കാതെ എഴുതാനുള്ള ടേംസ്, ആ പേരുകൾ എഴുതി വെക്കുക. അടുത്ത ബോണിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ നമ്മൾ 10 പ്രാവശ്യം ഈ ക്ലാവിക്കിൾ റിവൈസ് ചെയ്യുക. അടുത്ത ബോണിനെ പറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ക്ലാവിക്കിളിൻ്റെ പാർട്സുകൾ നമ്മൾ റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ സ്കാപ്പുല പഠിക്കും, അതിൻ്റെ പാർട്സിനെ പറ്റിയിട്ട് എഴുതി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റേണം പഠിക്കും. സ്റ്റേണത്തെ പറ്റി എഴുതുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ പാർട്സ് എഴുതി വെച്ചു. ഓരോ പാർട്ടും ഓരോ ബോണും പഠിക്കുമ്പോൾ അതിൻ്റെ മുന്നേ പഠിച്ച ബോണിൻ്റെ പാർട്ടുകൾ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് പോവുക. സോ ടെർമിനോളജീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി ടെർമിനോളജീസ് ഉള്ളത് കൊണ്ട് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് എഴുതി വെക്കുന്നത് ഭയങ്കര ഗുണമുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അനാറ്റമിയുടെ ടിപ്പ് ആൻഡ് ട്രിക്സ്. അപ്പോൾ നിങ്ങൾ അനാറ്റമി പഠിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ടിപ്സോ ട്രിക്കോ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക, ഞാനത് പിൻ ചെയ്ത് വയ്ക്കാം. അതേപോലെ തന്നെ ഈ ഒരു ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക യൂസ്ഫുൾ ആയി എന്നുള്ളത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അനാറ്റമി എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് പഠിക്കാനായിട്ട്. ഓരോ സിസ്റ്റമായിട്ട് പഠിക്കുക. ഏറ്റവും പാടുള്ള സിസ്റ്റമൊക്കെ ആദ്യം നമ്മൾ പഠിച്ച് സെറ്റാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബാക്കി സിസ്റ്റംസ് ഒക്കെ വരും. അനാറ്റമി ഒരു ബേസ് സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അനാറ്റമി നമുക്ക് തറവാണെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിരിക്കും. പക്ഷെ അനാറ്റമിയെക്കാളും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അനാറ്റമി നല്ല തറവാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കുറേ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡെപ്ത് സബ്ജക്ട്സ് ഒക്കെ ഒരുപാട് ഈസി ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലുള്ള ഇനിയുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസും എൻ്റെ ഒരു ലൈഫ് ജേർണിയും ഒക്കെ കൂടെ ആയിരിക്കും നിങ്ങൾ ഈ ചാനലിൽ കാണുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും പേഴ്സണലി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. റിപ്ലൈ തരാൻ ഇത്തിരി ലേറ്റ് ആയാലും ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരും. ഓക്കെ, 1 ഡേ ഞാൻ റിപ്ലൈ തരും. ഒരുപാട് ലേറ്റ് ആവാതെ നോക്കാം. ഓക്കെ, ഞാൻ ഹോസ്റ്റലൊക്കെ ആയതുകൊണ്ടാണ് ഇത്തിരി ലേറ്റ് ആവുന്നത്. എന്നാലും ലേറ്റ് ആക്കാതെ നോക്കാം. അത്രയേ ഉള്ളൂ. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.